ആനപ്രേമികൾക്കിടയിൽ താരമായ കോട്ടയത്തെ പുതുപ്പള്ളി സാധു തിരിച്ചെത്തുന്നു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് 1 മാസമായി ചികിത്സയിലായിരുന്നു. മരണത്തിന്റെ വക്കിൽ നിന്നും തിരിച്ച് ജീവിതത്തിലേക്കെത്തിയ സാധുവിന് വലിയ സ്വീകരണമാണ് പുതുപ്പള്ളി പള്ളിയുടെ മുന്നിൽ വെച്ച് നൽകിയത്. ചികിത്സയിലായിരുന്നതിന്റെ ക്ഷീണമൊന്നും പുതുപ്പള്ളി സാധുവിന്റെ മുഖത്തില്ലായിരുന്നു. തലയെടുപ്പോടെ പുതുപ്പള്ളി പുണ്യാളന്റെ മുന്നിൽ അവൻ എഴുന്നേറ്റു നിന്നു. എരണ്ടക്കെട്ടിനെ തുടർന്ന് 1 മാസമായി ചികിത്സയിലായിരുന്നു. ജീവൻ പോലും നഷ്ടപ്പെടുമെന്ന അവസ്ഥയിലൂടെയും കടന്നുപോയി. ഒടുവിൽ ഗുജറാത്തിൽ നിന്നും വിദഗ്ധരെത്തി നടത്തിയ ചികിത്സ ഫലം കണ്ടു. എരണ്ടക്കെട്ട് എന്ന് പറയുന്ന രോഗം വന്നാൽ നമുക്കൊരു 50% ചാൻസേ ഉള്ളൂ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ആരംഭത്തിൽ തന്നെ ഗുജറാത്ത് കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അവർ വന്നതിന് ശേഷമുള്ള ചികിത്സകൾ അവരാണ് ചെയ്തത്. സാധുവിന്റെ തിരിച്ചുവരവ് കാണാൻ പുതുപ്പള്ളിക്കാർ മാത്രമല്ല, ആനപ്രേമികളായ ഒട്ടനവധി പേർ എത്തി. പട്ടും പൂമാലയും ചാർത്തിയാണ് അവർ സാധുവിനെ സ്വീകരിച്ചത്. പുതുപ്പള്ളി സാധു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും ജീവനാണ്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരുപാട് കാലമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ പരിപാടികളൊക്കെ ഉത്സവങ്ങളിലും മൂപ്പര് പങ്കെടുക്കുന്ന ഒരു ആനയാണ്. പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലായിടത്തും വഴിപാട് ചെയ്യിച്ചു. നമ്മുടെ വൈഫായാലും എല്ലാവരും നമ്മൾ മാത്രമല്ല, നമ്മുടെ ഫാമിലി മൊത്തം ആൾക്കാരും ഇതിനു വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥനയാണ്. പുതുപ്പള്ളി പള്ളിയിലെത്തിയ സാധുവിനെ ആശംസ അറിയിക്കാൻ MLA ചാണ്ടി ഉമ്മനും നേരിട്ടെത്തി. ഇതേപോലെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കണം. നമ്മുടെ സമ്പത്താണ് ഇവരൊക്കെ. തൃശൂർ പൂരമടക്കം നിരവധി ഉത്സവങ്ങളിലെ താരമാണ് പുതുപ്പള്ളി സാധു. ഷൂട്ടിങ്ങിനിടയിൽ കാട്ടിൽ കയറിയ സാധു മടങ്ങിയെത്തിയതും വലിയ വാർത്തയായിരുന്നു. പൂർണ്ണ ആരോഗ്യവാനായതോടെ വരും ദിവസങ്ങളിൽ വീണ്ടും പരിപാടികളിൽ സാധു സജീവമാകും. കോട്ടയത്ത് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.